സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ചെറിയ ബ്രേക്ക് വന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് FPS ലെങ്ത്തിന് ഫൂട്ട്, അതേപോലെ CGS സെൻറ്റിമീറ്റർ, MKS മീറ്റർ, ആ രീതിയിൽ അളവുകൾ SI മീറ്ററാണ്. മാസിനാവുമ്പോൾ FPS പൗണ്ടാണ്, അതിൻ്റെ സിമ്പിൾ LB എന്നാണ്. CGS ഗ്രാമാണ്, അതിൻ്റെ സിമ്പിൾ G എന്നാണ്. MKS കിലോഗ്രാമാണ്, SI കിലോഗ്രാം തന്നെയാണ്. ടൈമിന് എല്ലാ സിസ്റ്റത്തിലും ഒരേ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ളവ. പിന്നെ SI വരുന്ന അളവുകളാണ് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നു. അത് കറണ്ടിന് ആംബിയർ ആണ്. എല്ലാ ഇതിലും ഒരേ യൂണിറ്റ് തന്നെയാണ് പിന്നെ വരിക. കറണ്ടിൻ്റെ അളവ് ആംബിയർ. ടെമ്പറേച്ചറിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ടെമ്പറേച്ചറിന് FPS ഫാരൻഹീറ്റാണ് ഉപയോഗിക്കുക. മെട്രിക്കിലാവുമ്പോൾ, അതായത് CGS MKS സെൻറ്റിഗ്രേഡാണ് ഉപയോഗിക്കുക. അതേപോലെ SI കെൽവിൻ എന്നുള്ള അളവാണ് ഉപയോഗിക്കുക. ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് എല്ലാ സിസ്റ്റത്തിലും കാൻഡില എന്നുള്ള അളവാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബാക്കി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അവയ്ക്കുള്ള അളവുകളാണ് ഞാനിവിടെ ഒരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ ഏരിയ, വസ്തുക്കളുടെ ഏരിയ പറയുമ്പോൾ അതിന് FPS ഉപയോഗിക്കുന്ന യൂണിറ്റ് സ്ക്വയർ ഫൂട്ട്, കൂടുതലെന്ന് വെച്ചാൽ സ്ക്വയർ ഫീറ്റ് എന്നും പറയും. CGS ആകുമ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. MKS സ്ക്വയർ മീറ്റർ വരും. അതേപോലെ വോളിയത്തിന് ക്യൂബിക് ഫൂട്ട് ഉപയോഗിക്കും. FPS CGS ക്യൂബിക് സെൻറ്റിമീറ്റർ ഉപയോഗിക്കും. അതേപോലെ MKS SI മീറ്റർ ക്യൂബാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് നമുക്ക് ആവശ്യം വരുന്ന കുറേ അളവുകൾ ഒരു 18 എണ്ണം ഈ ഒരു ടേബിളിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവ അടുത്ത ടേബിളിലും ആയിട്ടൊരു 36 യൂണിറ്റുകൾ. ആ അളവുകൾ, അതിന് ഓരോന്നിനും ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ, ഓരോ സിസ്റ്റത്തിലും ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്ക് ഏതാണ്ട് അളവുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾക്ക് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ അളവുകളും ചെറിയ അളവുകളും. ഇപ്പോൾ നമുക്ക് ഒരു വലിയ ക്വാണ്ടിറ്റി പറയണം, അതേപോലെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി പറയണം. അപ്പോൾ നമ്മൾ അളവുകളെ മാറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന MKS ആണ്. MKS മീറ്ററാണ് നമ്മളുടെ സ്റ്റാൻഡേർഡായിട്ട് ലെങ്ത്തിനുള്ള അളവ്. അപ്പോൾ ലെങ്ത്തിൻ്റെ അളവ് പറയുമ്പോൾ, ഈ മീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ അളവാണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റർ എന്ന് പറയും. അതിലും ചെറിയ അളവാണെങ്കിൽ മില്ലിമീറ്റർ എന്ന് പറയും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. വലിയ അളവാണെങ്കിൽ നമ്മൾ കിലോമീറ്റർ എന്ന് പറയും. ഇവ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ടേബിൾ നോക്കിയാൽ കാണാൻ പറ്റും. മീറ്റർ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും 10⁻² എന്ന് എഴുതിയിട്ട് സെൻറ്റി എന്ന് കാണാൻ പറ്റും. സെൻറ്റി എന്ന് പറഞ്ഞാൽ 1/100 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ 100-1. അത് മീറ്ററിനെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ കിട്ടും. തിരിച്ച് പറയുകയാണെങ്കിൽ സെൻറ്റിമീറ്ററിനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് മീറ്ററിനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീറ്ററിൻ്റെ 100-1 ഭാഗം. അതേപോലെ മില്ലി എന്ന് പറഞ്ഞാൽ 0.001 അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഏതാണ് മീറ്റർ. മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിൻ്റെ 1000-1 ഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മീറ്ററിനെ 1000 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിനാണ് നമ്മളൊരു മില്ലിമീറ്റർ എന്ന് പറയുക. അപ്പോൾ തിരിച്ച് ഒരു മീറ്ററിനെ നമ്മൾക്ക് 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്ന മീറ്ററിനെ 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അളവുകൾ. ഇനി കിലോ എന്ന് പറയുമ്പോൾ, കിലോ എന്ന് പറഞ്ഞാൽ 1000 ടൈംസ് എന്നാണ്. അപ്പോൾ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 കൊണ്ട് ഗുണിക്കുകയാണ് മീറ്ററിനെ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ് 1 കിലോമീറ്റർ ആകുന്നത്.
അപ്പോൾ അങ്ങനെ കുറേ അളവുകൾ ഇപ്പോൾ ടേബിളിൽ കാണാൻ പറ്റും. 10⁻12 ആണെങ്കിൽ ടെറ, അതേപോലെ 10�9 ആണെങ്കിൽ ജിഗ, 10⁻6 ആണെങ്കിൽ മെഗാ, 10⁻3 ആണെങ്കിൽ കിലോ, 10² ആണെങ്കിൽ ഹെക്ടോ, 10⁻1 ആണെങ്കിൽ ഡെക്ക, 10⁻1 ആണെങ്കിൽ ഡെസി, 10⁻2 ആണെങ്കിൽ സെൻറ്റി, 10⁻3 ആണെങ്കിൽ മില്ലി, 10⁻6 ആണെങ്കിൽ മൈക്രോ, 10⁻9 ആണെങ്കിൽ നാനോ, 10⁻12 ആണെങ്കിൽ പീക്കോ. ഇങ്ങനെ ഇതിലും പിന്നെയും പോകുന്നുണ്ട്. -18 വരെയൊക്കെ പൈക്കോ, ആറ്റോ എന്നൊക്കെ പറഞ്ഞ അളവുകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് വരുന്നതാണ് ഞാൻ ഈ ടേബിളിൽ തന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പം മില്ലിമീറ്റർ തന്നിട്ട് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതിൻ്റെ സിമ്പിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേറെ കാര്യം കാണാൻ പറ്റും. അതായത് ഇപ്പോൾ മൈനസ് അല്ലാത്തവ, മൾട്ടിപ്ലിക്കേഷൻ വരുന്നതിൻ്റെ എല്ലാം നമ്മൾ പൊതുവെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിൽ പിന്നെ ഹെക്ടോയ്ക്ക് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഈ ചെറുത് വരുന്നതിനൊക്കെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക. അതെല്ലാം ഈ പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ തന്നെയാണ് വരുന്നത്. അതിൽ ഒരു വ്യത്യാസമുള്ളത് മൈക്രോക്കാണ്. മൈക്രോക്കുള്ള സിമ്പിൾ മ്യൂ, ഗ്രീക്ക് ആൽഫബറ്റിലെ മ്യൂ ആണ് അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. ഈ അബ്രീവിയേഷൻസ് എന്ന് പറയും നമ്മൾ, ചുരുക്കെഴുത്തുകൾ, ഇവയ്ക്ക് നമ്മൾ അബ്രീവിയേഷൻസ് യൂസ്ഡ്, അതായത് നമ്മൾ ചുരുക്കി എഴുതുന്നതാണ്. പിന്നെ മില്ലിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വലിയ ക്വാണ്ടിറ്റികളും ചെറിയ ക്വാണ്ടിറ്റികളെയും സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളാണിവ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുന്നിലെഴുതുന്നവയാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ മുന്നിലെഴുതുന്നതാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുക. മുന്നിൽ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ മാതിരി, ഡിഗ്രിക്ക് മുൻപുള്ളതാണ് പ്രീ ഡിഗ്രി, അതുപോലെ മുൻപിൽ എഴുതുന്നതാണ് പ്രിഫിക്സ്. ഓക്കെ, അതായത് മീറ്ററിന് മുൻപിൽ നമ്മൾ സെൻറ്റി എന്ന് എഴുതിയാൽ സെൻറ്റിമീറ്റർ ആവും, മീറ്ററിന് മുൻപ് നമ്മൾ മില്ലി എന്ന് എഴുതി കഴിഞ്ഞാൽ മില്ലിമീറ്റർ ആവും. ആ രീതിയിലാണ് ഈ അളവുകൾ നമ്മൾ എഴുതുക. അപ്പോൾ അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവയുടെ കൺവേർഷൻസ് ആണ്. അതായത് പ്രധാനമായിട്ട് വരുന്ന കൺവേർഷൻസ് നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് അടുത്തതിൽ നമുക്ക് നോക്കാം. ഓക്കെ.